എവരിഡേ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കാം. വി ക്യാൻ ഹിയർ ഗോഡ്സ് വോയിസ് ടുഡേ. ഞാൻ എടുക്കുന്നത് 1 യോഹന്നാൻ 5:4. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു, ലോകത്തിൽ മേലുള്ള ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. തിരുവചനം പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. Whoever has born from God, വീണ്ടും ജനനം പ്രാപിക്കുക, രക്ഷിക്കപ്പെടുക എന്നൊക്കെ അതിനർത്ഥം വരും. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും നാഥനുമായി ഹൃദയത്തിൽ വാഗൊണ്ട് സ്വീകരിച്ച്, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് പാപം ഉപേക്ഷിച്ച് യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നതാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. അപ്പം ഇന്ന് ഒത്തിരി വിശ്വാസികൾ ഈ ലോകത്തിലുണ്ട്. പലതരത്തിലുള്ള ക്രിസ്ത്യാനികളുണ്ട്, പലതരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. പക്ഷെ ദൈവത്തിൽ ജനിച്ചതൊക്കെയും, ദൈവത്തിൽ ജനിക്കുക എന്ന് പറയുന്നത് പുതിയ സൃഷ്ടിയാണ്. പുതിയ സൃഷ്ടി. ഒരുവൻ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ അവൻ പുതിയ സൃഷ്ടി. ദൈവത്തിൽ നിന്ന് ജനിക്കുക, കർത്താവിൽ നിന്ന് ഉളവായി വരിക. ജനിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് പുതിയ സൃഷ്ടിയായി ദൈവം രൂപാന്തരം കൊടുത്ത് ട്രാൻസ്ഫോം ചെയ്ത് കൊണ്ടുവരിക. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന പോലെ യഹോവയായ ദൈവം പറയും, നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ആ സാദൃശ്യത്തിലും ആ രൂപത്തിലും ആക്കി തീർക്കുന്നതിൻ്റെ തുടക്കമാണ് ഈ ദൈവത്തിൽ ജനിച്ചു വരുന്നത്. ഹല്ലേലൂയ. ഇങ്ങനെ ജനിക്കുന്നതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. എന്നിട്ട് പറയുക, ലോകത്തിൽ മേലുള്ള ജയമോ നമ്മുടെ വിശ്വാസം. അപ്പോൾ ബൈ ഫെയ്ത്ത്, വിശ്വാസമില്ലാതെ ലോകത്തെ ജയിക്കുവാൻ കഴിയത്തില്ല. എങ്ങനെയുള്ള വിശ്വാസമാണ്? കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള വിശ്വാസം. the faith that we have in Lord Jesus will make us to have the victory over the world. ലോകത്തെ ജയിക്കണമെങ്കിൽ ക്രിസ്തുവിലുള്ള വിശ്വാസം വേണം, ക്രിസ്തുവിനോടുള്ള ആ ട്രസ്റ്റ് വേണം, ആ ക്രിസ്തുവിനോടുള്ള ആശ്രയം വേണം, കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം. ദൈവം നമ്മളെ കാത്തു പരിപാലിക്കുമെന്നുള്ള വിശ്വാസം വേണം. ദൈവം നമ്മളെ ഈ ലോകത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ച്, ഇരുട്ടിൻ്റെ അടിമത്തിൽ നിന്ന് രക്ഷിച്ച് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന അതേ ആ പ്രകാശം നമ്മളിലേക്ക്, ജീവന്റെ പ്രകാശം നമ്മളിലേക്ക് പകർന്നിരിക്കുക. ഇന്ന് പകൽക്കാലം ആ വിശ്വാസം എന്നിലും നിങ്ങളിലും ഉണ്ടോ? ഹല്ലേലൂയ. ഉണ്ടെങ്കിൽ ഈ ലോകത്തെ നമ്മൾ ജയിച്ചിരിക്കും. പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ പറ്റുന്ന, സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരുവൻ നമ്മുടെ അകത്ത് വസിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. ജയം, വിശ്വാസത്തോടുള്ള ജയം ലോകത്തെ ജയിക്കുന്നു. ഹല്ലേലൂയ. ഒന്നുകൂടെ ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. ദൈവത്തിൽ നിന്ന് ജനിച്ചവർ ഒക്കെയും ലോകത്തെ ജയിക്കുന്നു, ലോകത്തിലുള്ളന്മേൽ ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ലോകത്തെ ജയിക്കണമെങ്കിൽ ക്രിസ്തുവിലുള്ള വിശ്വാസം വേണം, ക്രിസ്തുവിൽ ജനിക്കുകയും വേണം. അവർ ഇവിടെ വിക്ടറി ആയിട്ട് നടക്കും, അവരൊരു ജയത്തോടെ നടക്കും. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേട്ടോണ്ടിരിക്കുന്ന കുടുംബമേ, ഇന്ന് എൻ്റെ ഈ വചനം കേട്ടോണ്ടിരിക്കുന്ന, ദൈവത്തിൻ്റെ ഈ വചനം കേട്ടോണ്ടിരിക്കുന്ന വ്യക്തി ജീവിതത്തെ നിങ്ങളെ മാറ്റിമറിക്കുന്ന ഒരു വിശ്വാസം, ക്രിസ്തുവിലേക്ക് ഉള്ള ഒരു വിശ്വാസമുണ്ട്. നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യുന്നത്, നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു, നിങ്ങളെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ ജീവിതത്തെ ഈ ലോകത്തിൽ ജയത്തിൽ കൊണ്ടുവരുന്ന ഒരു വിശ്വാസം, ക്രിസ്തുവിലുള്ള വിശ്വാസം. ആ വിശ്വാസത്തിൽ ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് നിർത്താം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇത് കേൾക്കുന്നവരെ
ആമേൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ സ്പർശിക്കണം. ഒരു വിശ്വാസം അവരുടെ ജയത്തോടുള്ളൊരു വിശ്വാസം, ക്രിസ്തുവിലുള്ള വിശ്വാസം അവരുടെ മേൽ വരട്ടെ. ക്രിസ്തുവിന് ആമേൻ ക്രിസ്തുവിൽ കൂടുള്ള ജയം അവരിലേക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ നൈസ് ഡേ.